ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഡേ 1 ഓഫ് കസാക്കിസ്ഥാൻ ട്രിപ്പാണ്. ഡേ 1 നമ്മൾ പോയത് ഷിംപുലാക്, പാർക്ക് ഓഫ് 28 ഹീറോസ്, സെങ്കോഫ് കാത്തഡ്രൽ, ഗ്രീൻ ബസാർ ചോക്ലേറ്റ് ഫാക്ടറി ഷോപ്പ്, ഇത്രയും സ്ഥലത്താണ് നമ്മൾ ഫസ്റ്റ് ഡേയിൽ കവർ ചെയ്തത്. ഫസ്റ്റ് പോയത് ഷിംപുലാക് മൗണ്ടെയ്ൻസിലേക്കാണ്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. നമ്മൾ ടി വിയിലും പിന്നെ പണ്ടത്തെ ക്ലാസ്മേറ്റ്സ് നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ടിലൊക്കെ കാണുന്ന പോലത്തെ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലകൾ മാത്രമല്ല, റോഡ് സൈഡിലും വീടിൻ്റെ മേൽക്കൂരകളിലും മൊത്തം മഞ്ഞായിരുന്നു. കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ആ ഒരു വ്യൂ. നമ്മുടെ കൂടെ ഉണ്ടായ ഗൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയൊരു പയ്യനായിരുന്നു അവൻ. ഈ കസാക്കിസ്ഥാനിലെ മൊത്തം ഹിസ്റ്ററിയും അവിടുത്തെ ആളുകളെ കുറിച്ചിട്ട് ഫുഡ് എല്ലാം അവൻ അറിയുന്ന ഇംഗ്ലീഷിൽ അവർ ഒപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഷിംപുലാക്കിലെത്തി. ഷിംപുലാക്ക് മൗണ്ടൻ ആണ്. ഇവിടെ നമ്മൾ കേബിൾ കാറിലാണ് കയറി പോകേണ്ടത്. കേബിൾ കാറിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം 3 സ്റ്റേഷനാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക് അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ആക്ച്വലി ഇതിന് മുന്നേ കേബിൾ കാറിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ജോർജിയയിൽ പോയപ്പോൾ. പക്ഷേ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ നിന്ന് കിട്ടിയത്. കാരണം ഇവിടെ താഴെ നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞ് മാത്രമേ കാണുന്നുള്ളൂ. മരത്തിൻ്റെ മുകളിൽ മഞ്ഞ് വീണ് കിടക്കുന്നതും പിന്നെ താഴെ സ്കീയിങ്ങും കാര്യങ്ങളും സ്കേറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്യൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വ്യൂ ആയിരുന്നു. സ്വർഗ്ഗമായിരുന്നു അത്, സ്വർഗം. നച്ചു നല്ല രീതിക്ക് അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നച്ചുയുടെ ഫേസിൽ തന്നെ വിസിബിളായിരുന്നു. നച്ചുവിൻ്റെ 5th ബർത്ത്ഡേ ആയിരുന്നു. ആ ഒരു ഇത് പ്രമാണിച്ചാണ് നമ്മൾ കസാക്കിസ്ഥാനിൽ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്നും പോയില്ല. കുഞ്ഞുള്ളാൻ അത്ര റിസ്ക് എടുത്തില്ല നമ്മൾ. പക്ഷേ ജോർജിയയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളത് ചെയ്യാൻ നിന്നില്ല. അവിടെ കുറച്ച് നേരം സ്നോയിലൊക്കെ കളിച്ചു, കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എഗെയിൻ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ഓരോ കാഴ്ചയും ഒന്നിനോടൊന്നും മെച്ചമെന്ന് അറിയത്തില്ലേ. ആദ്യം നമ്മൾ അധികം ഹൈറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഈ കേബിൾ കാർ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ അടുത്തത് ഊഹിക്കാമല്ലോ, അതിൽ ഹൈറ്റിലായിരിക്കും പോകുന്നത്. അപ്പോൾ താഴെ കാണുന്ന വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. സെക്കൻഡ് സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് വെയിൽ ഒന്ന് കണ്ടു തുടങ്ങി. സൂര്യൻ ചേട്ടൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും തണുപ്പിന് ഒരു കുറവുണ്ടായിരുന്നില്ല. മൂക്കും കാലും കൈയൊക്കെ മരവിച്ച് പോവുമായിരുന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്ത് നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം കുറച്ചധികം ഹൈറ്റിലേക്ക് ചെന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തണുക്കുണ്ടായിരുന്നു. കയ്യും കാലൊക്കെ വിറക്കുന്നു, മൂക്കൊന്നും അനങ്ങുന്നില്ലാത്ത പോലെയുള്ളൊരു തണുപ്പായിരുന്നു. അതാണ് നമ്മൾ അവിടെ നിന്നൊരു ഹോട്ട് ചോക്ലേറ്റ് കുടിച്ചിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് അവിടെ, കഫേ. അവിടെ നമ്മൾ കയറി ഒരു സാൻഡ്വിച്ചും ഹോട്ട് ചോക്ലേറ്റും കഴിച്ചിട്ടാണ് അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ പോയത്. അങ്ങനെ സെക്കൻഡ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ എഗെയിൻ കേബിൾ കാറിൽ കയറി. എഗെയിൻ അത്രയും ഹൈറ്റിലേക്കാണ് ഇനി ഇത് പോകാൻ പോകുന്നത്. അപ്പോൾ താഴത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സ്വർഗ്ഗമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറി പോകുന്ന പോലെയുണ്ട്. കാരണം മൊത്തം മഞ്ഞാണ്, മറ്റൊരു വെളുത്ത മഴ ആയത് കാരണം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാനായിട്ട്. ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള വ്യൂ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം നിന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടുള്ള കേബിൾ കാറിൽ എഗെയിൻ കയറുകയാണ്.
അങ്ങനെ കയറി ഇറങ്ങി നമ്മൾ ഏറ്റവും താഴെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡ്രൈവറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ എവിടെയോ പാർക്കിങ്ങിലുണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഇവിടെ എത്തിയതിന് ശേഷം ഉണ്ടല്ലോ വ്യൂ മാത്രമേ ഉള്ളൂ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കൺട്രി ബ്യൂട്ടിഫുൾ, അത്രയും ഫുള്ള് സ്നോ പുതച്ച് കിടക്കുന്ന കാരണം അതിൻ്റെ വേറെ ഭംഗി ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഭംഗിയാട്ടോ അത്. ഗൈസ് നമ്മളവ തിരിച്ച് കാറിൽ കയറിയിട്ടുണ്ട്. ഫ്രീസിങ് തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ആദ്യം സ്നോ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ പിന്നെ അങ്ങ് മുകളിലേക്ക് കയറുന്നോറും തണുത്ത് വിറച്ചു. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലൊക്കേഷനായ 28 ഹീറോസ് പാർക്ക്, പാൻഫിലോഫ് പാർക്കിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ 2ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ചരിത്ര സ്മാരകമാണിത്. ആക്ച്വലി 1941 നാസി ജർമ്മൻ സൈന്യം മോസ്കോയിലേക്ക് മുന്നേറുന്ന സമയത്ത് ഈ 28 സൈനികർ അതിശക്തമായിട്ട് ശത്രുസേനയെ ധീരമായി പോരാടിയിരുന്നു. അവർ പലരും യുദ്ധഭൂമിയിൽ വീരമൃത്യു വരിച്ചിരുന്നുവെങ്കിലും അവരുടെ പ്രതിരോധം സോവിയറ്റ് സൈന്യത്തിന് വലിയ പ്രചോദനമായിരുന്നു. ഈ ധീരതയുടെ ഓർമ്മ നിലനിർത്താനാണ് അൽമാട്ടിയിലെ ഈ പാർക്ക് സമർപ്പിച്ചിരിക്കുന്നത്. അടുത്ത നമ്മുടെ ലൊക്കേഷനായ സെൻകോവ് കാത്തഡ്രൽ ആണിത്. ഇത് ആക്ച്വലി നമ്മുടെ പാൻഫിലോൺ പാർക്കിൻ്റെ അകത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാത്തഡ്രൽ ആക്ച്വലി ഒരു റഷ്യൻ എഞ്ചിനീയറാണ് രൂപകൽപ്പന ചെയ്തത്. പ്രധാനമായും മരത്തിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരക്കാത്തഡ്രലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ആക്ച്വലി ഏകദേശം 54 to 56 മീറ്ററാണ് ഈ ഒരു കാത്തഡ്രലിൻ്റെ ഉയരം. ആക്ച്വലി നമ്മുടെ ഈ കാത്തഡ്രൽ സോവിയറ്റ് കാലഘട്ടത്തിൽ അടച്ചുപൂട്ടിയെങ്കിലും പിന്നീട് മ്യൂസിയമായും പൊതുപ്രയോജനങ്ങൾക്കുമായിട്ടാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇത് കസാക്കിസ്ഥാൻ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 1990കളിൽ പുനരുദ്ധരിച്ച് റഷ്യൻ ഓർത്തഡോക്സ് സഭയ്ക്ക് തിരികെ നൽകുകയും തുടർന്ന് വീണ്ടും ആരാധനാലയമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി ഒരു വലിയൊരു ഏരിയ ആണ്. ഇവിടെ കുറേ നടക്കാനുണ്ട്. ഈ കാണുന്ന മനോഹരമായ ഒരു ബിൽഡിങ് ആക്ച്വലി അതൊരു മ്യൂസിയമാണ്. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മ്യൂസിയമാണ്. അടുത്തത് നമ്മൾ എത്തിയിരിക്കുന്നത് ഗ്രീൻ ബസാറിലാണ്. അൽമാട്ടിയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തിരക്കേറിയ ഒരു പരമ്പരാഗത മാർക്കറ്റാണ് ഗ്രീൻ ബസാർ. ഇവിടെ കുറേ നാട്ടുകാരും ഉണ്ടാവും, ടൂറിസ്റ്റും ഉണ്ടാവും, എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇവിടെ കിട്ടുന്നത് പഴങ്ങൾ, പച്ചക്കറി, തേൻ, ഫ്രൂട്ട്സ്, നട്ട്സ്, മാംസം, പിന്നെ വസ്ത്രങ്ങൾ, അങ്ങനെ എല്ലാം ഈ ഒരു മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കസാക്കിസ്ഥാൻ്റെ ഡേ 1 ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.